ചാനൽ. ഇന്ന് ഹെൽമെറ്റ് വെച്ചിട്ടൊക്കെ പോകുന്നവർക്ക് പറ്റിയ ഒരു 3 ഹെയർ സ്റ്റൈൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഏതൊരു ടൈപ്പ് ഹെയർ സ്റ്റൈൽ ചെയ്താലും അവസാനം ഹെൽമെറ്റ് എടുത്ത് വെച്ച് കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് നശിക്കും. അപ്പൊ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാലും നന്നായി ഇരിക്കുന്ന കുറച്ച് ടൈപ്സ് ഓഫ് ഹെയർ സ്റ്റൈൽ നമുക്ക് ട്രൈ ചെയ്യാം. ഇതെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ആണ്. ആൻഡ് ഇതിൽ 2-3 എണ്ണത്തിന്റെ വീഡിയോസും ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ചെയ്തു. ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ വന്നിട്ട് ശരിക്കും ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ആണ്. ആൻഡ് ഭയങ്കര എളുപ്പമാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഇങ്ങനെയുള്ള ചീർപ്പെടുക്കാം. ആൻഡ് ഇത് മൊത്തത്തിൽ ഇങ്ങനെ എടുക്കാം. ഇവിടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. ഒരു ടിക് ടക്ക്. ഈ സെയിം ഇത് വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. ഈ ഒരു 1 ട്വിസ്റ്റ് തന്നെ അവസാനിപ്പിക്കാം. ഇനി അതല്ല കുറച്ചും കൂടി വേണം, കുറച്ചുകൂടി ഉള്ളുള്ള മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ട്വിസ്റ്റും കൂടി എടുക്കാം. എന്നിട്ട് ഇതിന് ഇതാണ് നമ്മുടെ കംപ്ലീറ്റ്. സെക്കൻഡ് വൺ വന്നിട്ട് ഒരു ബൺ ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈൽ ആണ്. അത് ആക്ച്വലി മുടി പറക്കാതിരിക്കാനും ആൻഡ് മുടി ഇങ്ങനെ ഒതുങ്ങിയിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈൽ ആണ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളും ആണ് ആൻഡ് ഭയങ്കര സിമ്പിൾ. ഈ ഹെയർ സ്റ്റൈലിനായിട്ട് ആദ്യം നമ്മൾ ഫുൾ ഹെയർ ഒരു ബണ്ണ് വെച്ച് സെക്യൂർ ചെയ്യുക. ആൻഡ് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് വേറൊരു ബണ്ണും കൂടി കെട്ടുക. ആൻഡ് അറ്റത്ത് 2 മുടി സ്പ്ലിറ്റ് ചെയ്ത് ഡിവിഷനാക്കി എടുത്ത് മുകളിൽ കൊണ്ട് കെട്ടിയിട്ട് അത് ജസ്റ്റ് ആ താഴത്തോട്ട് വെച്ച് ഇങ്ങനെ വെക്കുക. ഞാൻ പറയുന്നേക്കാളും കണ്ടാൽ കുറച്ചുകൂടി നന്നായി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ചുകൂടി എലഗൻ കൈൻഡ് ഓഫ് ഹെയർ സ്റ്റൈലാണ്. പിന്നെ ഞാനിങ്ങനെ നിന്നപ്പോൾ അമ്മയുടെ ഒരു പൂ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചെടിയിൽ നിന്നൊരു പൂ പൊട്ടിച്ച് തലയിൽ വെച്ചു, വെറുതെ ചുമ്മാ ഷോ. അപ്പോൾ ഇതാണ് ആ ഹെയർ സ്റ്റൈൽ. ഒരു ഫ്രീ ഹെയർ സ്റ്റൈലും കണ്ടു ആൻഡ് ഒരു ബൺ ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈലും കണ്ടു. അടുത്തത് ഒരു പോണി ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈൽ ആണ്. അതും ആക്ച്വലി ഭയങ്കര എളുപ്പമാണ്. ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ് ആണ് ആൻഡ് ഭയങ്കര സിമ്പിളും ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുടി 3 സെക്ഷനായിട്ട് ഇങ്ങനെ കെട്ടുക. എന്നിട്ട് ആ ലെഫ്റ്റ് സൈഡിലെ സെക്ഷൻ്റെ താഴത്തുനിന്ന് മുടിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ ട്വിസ്റ്റ് ചെയ്തിടുക. ആൻഡ് ഈ നടുക്കത്തെ സെക്ഷൻ ആ ഉള്ളിലേക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമാറ്റ് കിട്ടും. ആൻഡ് റൈറ്റ് സൈഡിലെ സെക്ഷൻ ഈ സെയിം സാധനം തന്നെ ചെയ്യുക. ആൻഡ് ലെഫ്റ്റ് സൈഡിലെ ആ ഒരു സെക്ഷനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവിടുക. ഇത് ബേസിക്കലി ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതിനധികം ഉറപ്പൊന്നുമില്ലെന്ന്. പക്ഷേ നല്ല ബണ്ണിടുന്നേക്കാളും നല്ല ടൈറ്റായിട്ടാണ് ആ ഹെയർ സ്റ്റൈൽ ഉള്ളത്. ആൻഡ് ഇതാണ് എനിക്കിതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈൽ. അപ്പൊ ഇത് കണ്ട 3 ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈൽ ഏതാണെന്നുണ്ടെങ്കിൽ അത് പറയാം. ഇനിയിപ്പോ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയാം. നിങ്ങളുടെ എല്ലാ കമന്റ്സും എന്നെ അറിയിക്കുക. ആൻഡ് താങ്ക് യു.